കോളേജ് ഡേ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗായകൻ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ വിമർശനവും പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. പ്രിൻസിപ്പൽ ബിൻജ ജോസഫ് ഒരു കലാകാരനെയാണ് അപമാനിച്ചതെന്നും മോശം പ്രവണതയാണ് ഇതെന്നുമാണ് ഏവരുടെയും അഭിപ്രായം. സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും ഗായകൻ ജാസി ഗിഫ്റ്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസി ഗിഫ്റ്റും സംഘവും പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു. ജാസി ഗിഫ്റ്റിനൊപ്പമുള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇതോടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വേദി വിട്ടു. സംഭവം വിവാദമാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് രംഗത്തെത്തിയത്. ടീച്ചറുടെ നടപടിയിലൂടെ അപമാനിക്കപ്പെടുകയായിരുന്നു. പരസ്പര ബഹുമാനം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരാളെയും അയാൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ബലാത്കാരമായി പിടിച്ചു തള്ളാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഒരു ആവശ്യവുമില്ലാത്ത കാരണം പറഞ്ഞാണ് പ്രിൻസിപ്പൽ മൈക്ക് തട്ടിപ്പറിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു കോളേജ് പരിപാടിക്ക് വിളിക്കുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റുമായി എല്ലാം സംസാരിച്ച് തീരുമാനമായിട്ടാണ് പോകുന്നത്. സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ പറയാം. അത് പറയാനുള്ള ഒരു രീതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജാസി ഗിഫ്റ്റിനൊപ്പം കോളേജിൽ പാടാൻ ഒപ്പമുണ്ടായിരുന്ന സജിൻ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ മോശപ്പെട്ട അനുഭവമായിരുന്നു അത്. കോളേജ് ഡേ സെലിബ്രേഷന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഗസ്റ്റ് ആയിട്ടായിരുന്നു ജാസി ചേട്ടനെ വിളിച്ചത്. അടുത്ത കാലത്തായി ഒത്തിരി കോളേജുകളിൽ പ്രോഗ്രാമിനായി ഞങ്ങൾ പോകുന്നുണ്ട്, ഉദ്ഘാടനം നടത്തുന്നു, അതിനോടനുബന്ധിച്ച് 4 പാട്ട് പാടുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ഫോർമാറ്റ്. ഒരിക്കലും അതൊരു പ്രോ ഷോ അല്ല. ജസ്റ്റ് 4 പാട്ട് വിദ്യാർത്ഥികൾക്കായി പാടുന്നു, വരുന്നു എന്നതാണ്. വിത്തൗട്ട് ഓർക്കസ്ട്രയാണ്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പാർട്ടിയില്ലാത്ത കോളേജാണത്. അതുകൊണ്ട് കോളേജ് യൂണിയൻകാരുമില്ല. പ്രിൻസിപ്പലിന്റെയോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ തന്നെയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. ഇതിലെ ഒറ്റയൊരു വിഷമമെന്നത് ജാസി ചേട്ടനെ പോലൊരു സീനിയർ മനുഷ്യനെയാണ് അവർ അപമാനിച്ചത്. ഇവർക്ക് എന്തുണ്ടെങ്കിലും പരിപാടി കഴിഞ്ഞോ അല്ലെങ്കിൽ അതിനു മുൻപോ സംസാരിക്കാം. പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാസി ചേട്ടനോട് എന്നല്ല ആരോടായാലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് എന്ന് സജിൻ പറയുന്നു. പ്രിൻസിപ്പൽ സ്റ്റേജിൽ കയറി വരുന്നു, മൈക്ക് പിടിച്ചു വാങ്ങുന്നു. കൂടെയുള്ള ഞാൻ പാടാൻ പറ്റില്ലെന്ന് പറയുന്നു. ജാസി ഗിഫ്റ്റിന് വേണമെങ്കിൽ പാടാം എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ യഥാർത്ഥത്തിൽ ഒരു അവകാശവും അവർക്കില്ല. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ഗസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഇങ്ങനെ പെരുമാറിയതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഉടൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അവർ ചെയ്തത് ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ജാസി ചേട്ടൻ. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ കരിയറിൽ ഇങ്ങനെയൊരു കാര്യം നടന്നു എന്നതിൽ കോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ട്. വേദനാജനകമാണത്, വിഷമവുമുണ്ട്. ലൈവ് പരിപാടിക്കിടെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. പ്രിൻസിപ്പലിനോട് ഞങ്ങൾക്കിനി ഒന്നും പറയാനില്ല. അതവർ അർഹിക്കുന്നില്ല. കരിയറിലെ തന്നെ ആദ്യ അനുഭവമാണിത്. നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ, ബേസിക് റെസ്പെക്ട് തരേണ്ടതല്ലേ. വളരെ മോശം അനുഭവമായി പോയി ഇത്. വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ഇക്കാര്യം നടന്നപ്പോൾ അവരും അങ്ങ് ഡൗൺ ആയിപ്പോയെന്നും സജിൻ വ്യക്തമാക്കുന്നു.